Meet the editors. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട്. മതിയായ രേഖകളില്ലാതെ കൂടുതൽ വോട്ടർമാരെ ചേർത്തതായി ടീം റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. പുതിയ വോട്ടർമാർക്ക് കൃത്യമായ മേൽവിലാസമില്ല. തിരിച്ചറിയൽ കാർഡും വ്യാജമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന പ്രചാരണം ശക്തമാക്കുന്നതിനിടയിലാണ് വ്യാജ വോട്ടർമാർ ഉണ്ടെന്ന കണ്ടെത്തൽ. റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ എക്സ്ക്ലൂസീവ്. പാലക്കാട്ടെ പ്രചാരണം കൊഴുക്കുമ്പോൾ ആരോപണം പുതിയ തലത്തിലേക്ക്. വോട്ടർ പട്ടികയിലെ വ്യാജന്മാരുടെ കണക്ക് കണ്ണ് തള്ളിക്കും. മതിയായ രേഖകളില്ലാതെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് നിരവധി പേർ. മലമ്പുഴയിലെ വോട്ടർമാർക്ക് പാലക്കാടും വോട്ട്. വീട്ടുപേരോ മേൽവിലാസമോ ഇല്ല. ഇലക്ഷൻ ഐഡിയും വ്യത്യസ്തം. വ്യാജ വോട്ടർമാർ ഇടം പിടിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. സ്ഥിരമായി കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും വോട്ട് പാലക്കാട്ട്. BJPയും CPIMും ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷം. UDFും BJPയും അറിഞ്ഞ നീക്കമെന്ന് CPIM. ഇടത് സ്ഥാനാർത്ഥിയുടെ വോട്ട് പരിശോധിക്കണമെന്ന് VD സതീശൻ. പരസ്യ സംവാദത്തിന് തയ്യാറെന്ന് P സരീൻ. പിന്നിൽ വ്യാജ ID കാർഡ് കേസിലെ പ്രതികളെന്ന് മന്ത്രി MB രാജേഷ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി CPIM. തെരഞ്ഞെടുപ്പ് കളത്തിൽ വ്യാജന്മാർ വിലസുന്നത് ആർക്കുവേണ്ടി? വ്യാജ വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചത് ആരെ സഹായിക്കാൻ? വ്യാജ വോട്ടിൽ പോരോ? ചോദ്യം ഇതാണ്: വ്യാജ വോട്ടിൽ പോരോ? സ്മൃതി, CPM ആണ് പാലക്കാട് ഈ ഒരു പുതിയ വിവാദം എന്ന നിലയിൽ ഒരു വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. പാലക്കാട് UDFും BJPയും കാര്യമായി വോട്ട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലേക്ക് ചേർക്കുന്നു. അവർക്ക് പാലക്കാട് മേൽവിലാസമില്ല എന്നതായിരുന്നു അവരുടെ ആരോപണം. നമ്മളുടെ ഇന്ന് റിപ്പോർട്ടർ ടീം നടത്തിയ അന്വേഷണത്തിൽ പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് മലമ്പുഴയൊക്കെ CPMന് വലിയ സ്വാധീനശേഷിയുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് കുടുംബ പഞ്ചായത്ത് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. അപ്പം പഞ്ചായത്തിൽ CPMന് വലിയ സ്വാധീനമുണ്ടെങ്കിലും അവിടെ നിന്ന് CPMക്കാർ പോലും അറിയാതെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇടപെട്ട് വലിയ രീതിയിൽ വോട്ട് മലമ്പുഴയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പാലക്കാട്ട് റെസിഡൻ്റ് ആയിരിക്കുന്ന ആരുമില്ല എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈവൻ വീട്ടു നമ്പറോ മേൽവിലാസം പോലുമോ ഇല്ല എന്നാണ്. വ്യാജ വോട്ടിൽ പോരോ എന്നാണ് ചോദ്യം. വ്യാജ വോട്ടിൽ പോര് തന്നെയാണ് നമ്മുടെ വാർത്താ സംഘം, നമ്മുടെ ടീം, പാലക്കാട് ഇലക്ഷൻ ടീം നടത്തിയിരിക്കുന്ന വളരെ വിശദമായ അന്വേഷണമാണ്. 180 ബൂത്തുകളുള്ളതിൽ 4 ബൂത്തുകളിൽ മാത്രം പരിശോധന നടത്തുമ്പോഴാണ് 100 വ്യാജ വോട്ടർമാരുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതും ചുരുങ്ങിയ സമയം കൊണ്ട്. ഇന്നലെ വൈകുന്നേരം നടത്തിയ പരിശോധനയാണ്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കിട്ടിയതാണ് ഈ 100 എന്നത്. അപ്പോൾ കുറച്ചുകൂടി വിപുലമായി അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ എണ്ണം കൂടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. CPM ആണ് അതിൽ 2700 എന്നൊരു കണക്കുമായി വന്നിരിക്കുന്നത്. 2700 എന്ന കണക്ക് CPM പറയുന്നു. നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന രീതി ഓരോ വോട്ടർമാരെയും ചെന്ന് കണ്ട് അവരുടെ പ്രതികരണങ്ങളെടുത്ത് അവർക്ക് 2 ID കാർഡുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന് ചിലർ പ്രതികരിക്കുന്നു. ചിലർ ഇവിടെ ഇല്ലാത്ത ആളാണ്, ഡൽഹിയിൽ വോട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടെ ഒരു അപേക്ഷ നൽകിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ വോട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന സംശയം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ, ചിലർ അവർ പോലും അറിയാതെ എന്ന രീതിയിലും പ്രതികരിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ 2 ID കാർഡുള്ളവരുടെ പ്രതികരണങ്ങളായിരുന്നു എന്നുള്ളത് ഇന്ന് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ CPM അതേസമയം തന്നെ CPM ജില്ലാ സെക്രട്ടറി അപ്പുറത്ത് വാർത്താ നടത്തുന്നു. ഈ 2700 എന്ന കണക്ക് പറയുന്നു. ഇതിന് പിന്നിൽ BJPയും കോൺഗ്രസുമാണ് എന്ന് ഉന്നയിക്കുന്നു. അതേസമയം തന്നെ പിന്നീട് കോൺഗ്രസിൻ്റെ പ്രതികരണം വരുന്നു, VK ശ്രീകണ്ഠൻ്റെ പ്രതികരണം വരുന്നു, VD സതീശൻ്റെ പ്രതികരണം വരുന്നു, K സുരേന്ദ്രൻ്റെ പ്രതികരണം വരുന്നു, സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നു. ഈ പ്രതികരണങ്ങളൊക്കെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമമെന്നാണെന്ന് VK ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് 2 വോട്ടുണ്ട് എന്ന് രേഖ സഹിതം അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് പറയുന്നു, ഞാൻ 3 വർഷമായിട്ട് പാലക്കാടാണ് ഉള്ളത്,
ഞാൻ ഇവിടെ തന്നെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തോളൂ എന്ന് പറയുന്നു. ഇതിൽ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് CPIM ആണ്. കോൺഗ്രസും പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ BJP തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ പരിശോധിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ആരോപണം ഉന്നയിച്ച CPM തന്നെ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിൽ CPM സ്ഥാനാർത്ഥിക്കെതിരെയാണ് VD സതീശൻ ആരോപണം ഉന്നയിച്ചത്. ഒറ്റപ്പാലത്ത് നിന്നും സരിൻ 3 മാസം മുമ്പ് വോട്ട് മാറ്റാൻ വേണ്ടത് 6 മാസമാണെന്നിരിക്കെ എങ്ങനെ 3 മാസം കൊണ്ട് സരിൻ വോട്ട് മാറ്റി എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. സരിൻ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് BJPയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊക്കെ നാളെ സരിൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിൽ വിവിധ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. വോട്ടർമാരുടെ എണ്ണം ചേർക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഈ കണ്ണാടി പഞ്ചായത്തിൻ്റെ അതിർത്തിയും കൊടുമ്പ് പഞ്ചായത്തും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്ന ഒരു കനാൽ വരമ്പിൻ്റെ മാത്രം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു സാങ്കേതികത്വമായി ഉന്നയിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി പട്ടികയിൽ വരാനുള്ള സാധ്യത അത് നമ്മുടെ പ്രതിനിധികളും അവിടെ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ചെറിയ വ്യത്യാസം മാത്രമുള്ള റോഡിൻ്റെ 4 വശങ്ങളായിട്ട് വിവിധ മണ്ഡലങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു സാങ്കേതിക കാരണമായി ഉന്നയിക്കാവുന്നതാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിലപാടെടുക്കേണ്ടതുണ്ട്. BLOമാരുടെ പങ്ക് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൃത്യമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. കർശനമായ നടപടിക്കുള്ള വ്യവസ്ഥകളുണ്ട്. അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം 2019 ഈ തരത്തിലുള്ള ആരോപണങ്ങൾ അന്നൊക്കെ വോട്ടെടുപ്പ് സമയത്താണ് ഈ തരത്തിലുള്ള വ്യാജ വോട്ട് കണ്ടെത്തുന്നത്. അങ്ങനെ ധർമ്മടത്തും ലോക്സഭാ മണ്ഡലത്തിലെ പാമ്പുരുത്തിയിലും ധർമ്മടത്തിലും കള്ളവോട്ട് നടന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അത് സ്ഥിരീകരിച്ചിരുന്നു. ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 134 പ്രകാരം അനുസരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊരു നടപടികളിലേക്ക് കടന്നിരുന്നു. BLOമാരുടെ പങ്ക് അത് പ്രധാനമാണ്. അത് പരിശോധിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ചെറിയ കണക്കുകൾ വരെ കാര്യങ്ങൾ മാറ്റിമറിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ 2700 എന്നൊരു കണക്ക് CPM പറയുമ്പോൾ ഒരു വലിയ കണക്കാകുന്നത്. അപ്പുറത്ത് മറ്റുള്ളവർ കണക്കൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നേതാക്കളെയും സ്ഥാനാർത്ഥിയെയുമാണ് ആരോപണത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ BJPയും ഇക്കാര്യത്തിലൊരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് വരേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ജയിക്കുക എന്നൊരു അവസ്ഥയിലേക്ക്. കാരണം ഈ പാലക്കാട് വിവിധ ആരോപണങ്ങളിലൂടെ കടന്നു പോയി. ട്രോളി വിവാദം, അതിനുശേഷം വന്നിരിക്കുന്ന ആരോപണം ഓരോന്നും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വ്യാജ വോട്ടിലെത്തി നിൽക്കുന്നത്. വ്യാജ വോട്ടിലെത്തി നിൽക്കുമ്പോൾ അതിൽ സ്ഥിരീകരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചതിൽ സ്ഥിരീകരിക്കാവുന്ന യാഥാർത്ഥ്യമായി നിൽക്കുന്ന കാര്യം. അതിൻ്റെ എണ്ണം സംബന്ധിച്ച് മാത്രമേ സംശയമുള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികളിലേക്കും നിലപാടിലേക്കും പോകേണ്ടത്. ഇനി ചുരുങ്ങിയ ദിവസമാണ്. അതിനകം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വ്യാജ വോട്ടിൽ പോരുണ്ടായിരിക്കുന്നു. 3 മുന്നണികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ അതിശക്തമായ പ്രതികരണങ്ങളുമായി പരസ്പര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ചിത്രം. വ്യാജ വോട്ടിൽ പോരോ എന്ന ചോദ്യത്തിന് കൃത്യമായും വ്യാജ വോട്ടിൽ പോരുണ്ട് എന്നാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ടീം റിപ്പോർട്ടർ നടത്തിയ വളരെ മാതൃകാപരമായൊരു അന്വേഷണമാണ്. ഒരു സ്ഥലത്തു തന്നെ 100-ലധികം വോട്ടർമാർ ഇതേപോലെ വ്യാജ വോട്ടർമാരായി പാലക്കാട് മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം മലമ്പുഴ മണ്ഡലത്തിൽ കൊടുമ്പ് പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ അവിടെ മേൽവിലാസമുള്ള അവിടെ കഴിഞ്ഞ തവണ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ആളുകൾ പാലക്കാട് മണ്ഡലത്തിൽ റോഡിനപ്പുറത്ത് ഒരു വ്യാജ മേൽവിലാസമുണ്ടാക്കി പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ്. നോക്കൂ, അവരുടെ വീട്ടു നമ്പറില്ല, വീട്ടുപേരില്ല, മറ്റ് വിവരങ്ങളൊന്നുമില്ല. ഞാൻ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഒരു വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് നിങ്ങൾക്ക് വോട്ടർ ID കാർഡ് കിട്ടുന്നതിന് നിങ്ങൾ ഇനി ഒരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിലുള്ള പേര് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനൊക്കെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോം 6 പ്രകാരം നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു അപേക്ഷ നൽകാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ഫോം 6 അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ കൃത്യമായും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സും വ്യക്തമാക്കിയിരിക്കണം. നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് എങ്കിൽ പ്ലേസ് ഓഫ് റെസിഡൻസിൻ്റെ രേഖ അത് തെളിയിക്കാനുള്ള രേഖ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതിൽ നിങ്ങളുടെ ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആവാം, ബാങ്ക് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആവാം, ഇനി അതുമല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കണക്ഷൻ്റെ കോപ്പി ആവാം. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചതിൻ്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി അവിടെ ഒരു വോട്ടർ ID കാർഡ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ 2 കണ്ടീഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര്
ഉണ്ടായിരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു വോട്ടർ ID കാർഡ് വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ തന്നെ വോട്ടർ ID കാർഡ് ഉണ്ട് എന്ന് കരുതുക. വേറൊരു പഞ്ചായത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരേ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് പേരുമാറ്റാം. അത് ഫോം 8A ആണ് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫോം 8A പ്രകാരവും ഫോം 6 പ്രകാരവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വകുപ്പുകളുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥിരം വോട്ടർ ആണെങ്കിൽ ആ ആണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ വോട്ടർ ID കാർഡാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ വോട്ടർ ID കാർഡ് മാത്രമേ, വോട്ടർ ID നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മലമ്പുഴത്തൊരു നമ്പരും പാലക്കാട് മറ്റൊരു നമ്പരും എന്ന് സാധ്യമല്ല. കാരണം നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് 2 ഇലക്ടറൽ റോളുകളിൽ നിങ്ങളുടെ പേര് വരാൻ പാടില്ല. ഒരൊറ്റ ഇലക്ടറൽ റോളാണ് നമുക്കുള്ളത്. ആ ഇലക്ടറൽ റോളിൽ പേര് 2 തരത്തിൽ വരികയാണെങ്കിൽ 1 വർഷം വരെ നിങ്ങൾക്ക് തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ പാവങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അവരെ സ്വാധീനിച്ചോ, ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ച് ഇവരുടെ പേര് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുവന്ന് മേൽവിലാസമില്ലാത്ത ഒരു സ്ഥലത്തായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ ഈ വോട്ടർമാർക്കെതിരെ നടപടി വരും. നടപടിയല്ല, ക്രിമിനൽ കുറ്റമായിട്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ ക്രൈമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചട്ടപ്രകാരം നിങ്ങൾക്ക് 2 ഇലക്ടറൽ റോളുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ട് നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ അവിടെയുള്ള ഒരു രേഖ നിങ്ങൾ ഹാജരാക്കണം. ഇവിടെ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വീട്ടു നമ്പർ പോലുമില്ല, വീട്ടുപേരില്ല, പോസ്റ്റ് ഓഫീസിൻ്റെ പേരില്ല, ഏത് സ്ഥലത്താണെന്നില്ല. ഒരു റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്ത്രപരമായി ഇപ്പുറത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാറ്റിയ ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ അത് വ്യാജ വോട്ടു ചേർക്കലാണ്. ആ വ്യാജ വോട്ടു ചേർക്കൽ 1ഉം 2ഉമല്ല, ഒരേ മണ്ഡലത്തിൽ മാത്രം നമ്മൾ പോയ 3ഓ 4ഓ പഞ്ചായത്തുകളിൽ നിന്നും മാത്രമായി, ഒരു പഞ്ചായത്താണ് കൊഴുമ്പ് പഞ്ചായത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. പിരായിരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഒക്കെ സമാനമായ രീതിയിലേക്ക് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് കൂടുതൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒരു വീടിൻ്റെ മേൽവിലാസത്തിൽ മാത്രം 26 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിന് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായ വ്യാജ വോട്ടു ചേർക്കൽ നടന്നിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ്. എന്നാൽ ഇത് ഒരു ആദ്യത്തെ സംഭവമായി ഞാൻ കണക്കാക്കുന്നില്ല. ലോക്സഭാ ഇലക്ഷനിൽ സമാനമായ ആരോപണമുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മിക്കുന്നുണ്ടാവും. കഴിഞ്ഞ തവണ UDF-ലെ MP-മാർ കൂട്ടത്തോടെ പരാതിപ്പെട്ടിരുന്നു. വോട്ട് ഇരട്ടിപ്പെന്നാണെന്ന് പറഞ്ഞത്. അന്ന് ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ട് ഇരട്ടിപ്പുകൾ ഉണ്ട് എന്ന് അടൂർ പ്രകാശ് വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിക്കുന്നതിന് കാരണം തന്നെ ഇരട്ടിച്ച 22,000-ഓളം വോട്ടുകൾ മാറ്റാൻ തനിക്ക് സാധിച്ചതുകൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശ്. അതിനൊരു സോഫ്റ്റ്വെയറും ഈ UDF-ന്റെ കേന്ദ്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ആ സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ, അത് പ്രകാരം അതിൻ്റെ സോഫ്റ്റ് കോപ്പിയിൽ നിന്ന് നമുക്ക് ആ ഇരട്ട വോട്ടുകൾ കണ്ടെത്താം. എന്നിട്ട് പക്ഷേ അത് സാധ്യമാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ഡലത്തിലാണല്ലോ ഇതിപ്പോൾ ഉള്ളത്. മലമ്പുഴ മണ്ഡലത്തിലാണ് ഇലക്ടറൽ റോൾ കിടക്കുക. മലമ്പുഴ മണ്ഡലത്തിലെ ഇലക്ടറൽ റോളിലേത് പാലക്കാട്ടേക്ക് മാറ്റുക ചെയ്തിരിക്കുന്നത്, ഇരട്ടിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. മറ്റങ്ങനല്ല, ഒരു മണ്ഡലത്തിൽ തന്നെ 2 പേരുകൾ വരിക. ഇപ്പോൾ സ്മൃതിയുടെ പേര്, ഇപ്പോൾ സ്മൃതിയുള്ള തിരുവനന്തപുരത്താണെങ്കിൽ സ്മൃതിക്ക് തിരുവനന്തപുരത്ത് ഒരഡ്രസ്സും അതേ മണ്ഡലത്തിൽ തന്നെ വേറൊരു അഡ്രസ്സും ഉണ്ടാവുക. ഇതങ്ങനെയല്ല, 2 മണ്ഡലമാണ്. ഒന്ന് മലമ്പുഴ മണ്ഡലവും ഒന്ന് പാലക്കാട് മണ്ഡലവും. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലിസ്റ്റ് എടുത്ത് വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് പുതുതായിട്ടായിരിക്കും കാണുക. മലമ്പുഴയുടെ എടുത്ത് നോക്കിയാൽ അതിൽ കാണും. അപ്പം മലമ്പുഴയുടേതും പാലക്കാടും എടുത്ത് നോക്കിയാലേ അത് വെരിഫൈ ചെയ്യാൻ സാധിക്കൂ. ഇരട്ട വോട്ടിപ്പെന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വോട്ടർ 2 മേൽവിലാസങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ്. അത് കണ്ടെത്താൻ സോഫ്റ്റ്വെയർ. പക്ഷേ ഇത് കണ്ടെത്താൻ സോഫ്റ്റ്വെയർ ഇല്ല. ഇത് നമ്മൾ ഫിസിക്കലി മാനുവലി തന്നെ പോയി കണ്ടെത്തണം. കാരണം ഇവരവിടെ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ സാധ്യമാണ്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് സരിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സരിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. പക്ഷേ നിർഭാഗ്യകരമായ ഒരു ആരോപണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൽ കഴമ്പില്ല. കാരണം സരിൻ ഇപ്പോൾ താമസിക്കുന്നത് മണപ്പുള്ളിക്കാവിനടുത്ത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 27-ാം നമ്പർ വാർഡിൽ 474-ാം വീട്ടു നമ്പറിലാണ് താമസിക്കുന്നത്. അത് സരിൻ്റെ ഭാര്യ സൗമ്യ വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടച്ചതിൻ്റെ രസീതുണ്ട്. 9 മാസത്തെ ഒരുപാട് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റുകൾ കൃത്യമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അത് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സരിൻ തൻ്റെ തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ മേൽവിലാസമാണ്. അപ്പോൾ ഇതേ മേൽവിലാസത്തിലേക്ക് നിങ്ങൾക്ക് മാറാം. പക്ഷേ അവിടെ ഫോം 6 പൂരിപ്പിച്ച് കൊടുക്കണം. ഒറ്റപ്പാലത്തുള്ള നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആ പേരെന്ത് ചെയ്യണം? നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. അവിടെ ഒമിറ്റ് ചെയ്തതിന് ശേഷമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അവിടെ ഒമിറ്റ് ചെയ്യാതെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അത്
കുറ്റകൃത്യമാവുന്നുള്ളൂ. നമ്മൾ കണ്ടെത്തിയത് എന്താ? അവിടെ ഒമിറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാത്രവുമല്ല, ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു രേഖയില്ല, ഇലക്ട്രിസിറ്റി ബിൽ അടച്ച രേഖയില്ല. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ടാക്സ് അടച്ച റെസിപ്റ്റ് ഉണ്ട്, ഭാര്യ താൻ അവിടെ റെസിഡന്റ് ആയിരുന്നു എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സരിൻ്റെ കാര്യത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നതല്ല. പക്ഷേ നമ്മൾ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഈ വോട്ട് ഷിഫ്റ്റിംഗ് എന്നുള്ളത്, വ്യാജ വോട്ടുകൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ടറൽ ഓഫീസർമാരും വരണാധികാരിയും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഒരു ത്രിതല മത്സരം നടക്കുകയാണ്, ഒരു ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ 3813 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ BJP ജയിച്ചു പോയൊരു മണ്ഡലത്തിൽ 2700 വോട്ടുകളൊക്കെ വ്യാജമായി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പര്യാപ്തമാണ്. അത് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും എന്നുള്ള വാദത്തെ ഞാൻ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്നു. അതുകൊണ്ട് തന്നെ കളക്ടറായി വിഷയത്തിൽ ഇടപെടണം. അത് ആര് ചെയ്താണെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർമാർക്കെതിരെ നടപടി ഉണ്ടാവണം. കൃത്യമായും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വീഴ്ചയെ തന്നെ നമുക്കത് ചൂണ്ടിക്കാട്ടാം. നമുക്ക് മനസ്സിലാവുന്നത് പോലെ ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെ താല്പര്യം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ സമ്മർദ്ദം ചെലുത്തി ആ താല്പര്യപ്രകാരമാണ് ഇവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പലരും പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബൈറ്റുകളിലൊക്കെ തന്നെ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വോട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ 6 മാസം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചട്ടപ്രകാരം 6 മാസം വേണമെന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പ് അവിടെയാണ് വരുന്നതെങ്കിൽ ഫോം 6 പ്രകാരം പൂരിപ്പിച്ചു കൊടുത്താൽ വരാം. 6 മാസത്തേക്ക് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് 6 മാസം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിലവിൽ ചട്ടപ്രകാരം 6 മാസം എന്നൊരു ക്ലോസ് കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ളത് ആ മണ്ഡലത്തിലാണ് എന്നതിൻ്റെ മിനിമം ഒരു ഇലക്ട്രിസിറ്റി ബിൽ അടച്ചതിൻ്റെ രേഖയെങ്കിലും ഹാജരാക്കാൻ സാധിക്കണം. നമ്മൾ കണ്ടെത്തിയ ഈ 100ഓളം പേരിൽ ഒരാൾക്ക് പോലും അങ്ങനെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പ്രൂഫും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു തട്ടിപ്പിൻ്റെ, ഒരു തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ നേർചിത്രമാണ് ഇന്ന് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഇന്ന് പാലക്കാട് നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് ഞെട്ടിക്കുന്നതാണ്. അത് വരും ദിവസങ്ങളിൽ കളക്ടർ ഗൗരവപൂർവ്വം വരണാധികാരി ഇത് പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുജയ, വ്യാജ വോട്ടിൽ പോര് തന്നെയാണ്. ആ പോര് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പോരിൻ്റെ അടുത്ത രംഗങ്ങൾ, നാളെ രഥോത്സവമാണ്, ദേവരഥ സംഗമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിലേക്ക് വളരെ ഗൗരവത്തോടു കൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പേര് ചേർത്തു അല്ലെങ്കിൽ അധികമായി പേര് കണ്ടു എന്ന് നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ പല BLOമാരും ഇടപെട്ട് അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഇറേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് അടുത്ത ബൂത്തിലാണ് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു സ്പെസിമെനും കൂടി ഇന്ന് നമ്മുടെ ദീപക് മലയമ്മ പോയി അന്വേഷണം നടത്തിയപ്പോൾ ദീപകിന് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടി. മേലുള്ള പരാതിയിൽ പോലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് 33ാമത്തെ നമ്പർ ബൂത്തിൽ, ഒറ്റ ബൂത്തിൽ മാത്രം 16 പേരുടെ പേര് വെട്ടി. ആ പേര് വെട്ടിയ ആളുകൾ തങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ ഈ ലിസ്റ്റിൽ തങ്ങളുടെ പേരില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് അവർ തന്നെ പോയി പരാതിപ്പെടുന്നു. അതിനുശേഷം BJP പരാതിപ്പെടുന്നു. എന്നിട്ടും അതിൽ ഇതുവരെ അവരുടെ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ളൊരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ 5 ദിവസമേ ബാക്കിയുള്ളൂ എന്നത് കൂടി നമ്മൾ ഓർക്കണം. ലാസ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന റിമൈൻഡർ തന്നെ കിടക്കുന്നത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ നവംബർ 14 എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? BLOമാർ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ലേ എന്നൊരു ചോദ്യം. അത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസസ് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നിപ്പോൾ നമ്മുടെ വാർത്താ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ CPIM ഈ ഒരു ആരോപണത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വ്യാജ വോട്ടർ ID നിർമ്മിക്കുന്നതും വ്യാജന്മാർ വരുമ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് എങ്കിൽ, കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ് CPIM ഉയർത്തുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ കൃത്യമായി ID പ്രൂഫ് ഇല്ലാതെ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രേഖയില്ലാത്ത ആളുകളെ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് കുറച്ച് സസ്പീഷ്യസ് ആണ്. അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല അതിനൊക്കെയായി ആരൊക്കെയാണോ സഹായം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെയുള്ള നിയമ നടപടികളിലേക്ക് തന്നെ പോകണം. അല്ലാത്ത പക്ഷം അവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു 2700 എന്ന് പറയുന്ന ഒരു ഫിഗർ പറയുന്നുണ്ട്. അത് സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ ലിസ്റ്റിലുള്ള പലരെയും കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ ബൂത്ത് തിരിച്ചും പാർട്ടി പരമാവധി വോട്ട് പിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വോട്ട് കൃത്യമായി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമല്ലോ, വീട് കയറിയിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി. അങ്ങനെ പോകുമ്പോൾ അവർക്ക് കാണാൻ കഴിയാത്തതിൽ നിന്ന് നടത്തിയ പരിശോധനയിലൂടെ ആയിരിക്കണം ഇത് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 2700 എന്ന് പറയുന്നത് ഏതൊക്കെ പഞ്ചായത്തിലാണ് എന്നുള്ളത് കൂടി അതിൻ്റെ വിവരങ്ങൾ പക്ഷേ ഇതുവരെ CPIM പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമായി ഇപ്പോൾ ട്രോളി എടുത്തു, ട്രോളി ഉരുട്ടിവിട്ടു, അത് കഴിഞ്ഞ് സ്പിരിറ്റ് വന്നു, അതിനുശേഷം ഇപ്പോൾ ഈ വ്യാജ വോട്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തം ഈ ഒരു വ്യാജൻ നിൽക്കുന്ന ഒരു ആരോപണങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ വെള്ളം വേണോ?
വോട്ടിന്റെ കാര്യത്തിൽ ഇതിപ്പോൾ ഒരു വെറും ആരോപണമായി ഞാൻ കരുതുന്നില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണം തന്നെയാണ്. നമ്മുടെ അന്വേഷണം അനുസരിച്ച് ഈ കൊടുമ്പിലെ അഞ്ജലി കണ്ണാടി പഞ്ചായത്തിലെ വോട്ടറായി മാറുന്നു. ഞാനൊരു സ്പെസിമെൻ ആയിട്ടാണ് അവരുടെ പേര് ഉപയോഗിക്കുന്നത്. ഒരാൾ മാത്രമല്ല, ഒന്നിലധികം പേർ. അതിൽ നമ്മൾ കുറച്ചൊരു മണിക്കൂറുകളുടെ അന്വേഷണത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായി ഇതിലൊരു പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവിടെ അട്ടിമറി നടത്തി വിജയം നേടിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. കാരണം അവിടെ വോട്ടിന്റെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ വോട്ട് പോകുന്ന രീതി അതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും അവിടെ കേഡർ വോട്ടുകൾ, അതായത് ഓരോ പാർട്ടിയുടെയും അവരുടെ കേഡർമാർ ചെയ്യുന്ന വോട്ടുകൾ അതല്ലാതെയുള്ള ഈ സ്വിംഗായി നിൽക്കുന്ന വോട്ടുകളാണ് ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇത്രയും കാലം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അട്ടിമറിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. നമ്മൾ ഈ വ്യാജ വോട്ടെന്നൊന്നും ചുരുക്കി കാണാൻ പാടില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. അങ്ങനെ അട്ടിമറിച്ചാണ് വിജയിച്ചുകൊണ്ടിരുന്നത് എന്നതിലേക്ക് നീങ്ങുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ശ്രീധരന്റെ രണ്ടാം സ്ഥാനത്തായ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് അവിടെ കിട്ടുന്നത് 3859, അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് നടന്നതിന് ശേഷമുള്ള ഒരു ഭൂരിപക്ഷമാണ്. അപ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇതുപോലെയുള്ളൊരു പരിശോധനയ്ക്കൊന്നും CPIM ഇറങ്ങിയിട്ടില്ല. തങ്ങൾക്ക് എങ്ങനെ ഇത്രയും വോട്ട് കുറഞ്ഞു എന്നതുകൂടി ചിന്തിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ഗ്രൗണ്ട് ലെവൽ വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഈ ഫിഗറിലേക്കൊക്കെ എത്തിയത്. ഇവിടെ BLOമാർ ഇതിനൊക്കെ കൂട്ടുനിന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ പട്ടികയിൽ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പരാതി ഒരു ഭാഗത്ത് നിൽക്കുന്നു. കൂട്ടിച്ചേർക്കുന്നവരൊന്നും ഇവിടുത്തെ താമസക്കാരല്ല എന്നുള്ളത് നമ്മുടെ ഏതാനും മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെയാണ് ഈ ക്രമക്കേടിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മതിയായ രേഖകളില്ലാതെ വ്യാജമായി ചേർക്കുക, അല്ല എങ്കിൽ വ്യാജ വിവരങ്ങൾ അത് ഫർണിഷ് ചെയ്യുക, അതിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവരും കുറ്റവാളികൾ തന്നെയാണ്. വോട്ടർമാർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് മാത്രമല്ല, ഇതൊക്കെ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അത് കൃത്യമായിട്ട് അത് ചെയ്തില്ല എങ്കിൽ, മാത്രമല്ല മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസിന് വിധേയരായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ രേഖകൾ വേണം. ഇപ്പോൾ താമസിക്കുന്ന ഡോക്ടർ അരുണിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെയോ അല്ലെങ്കിൽ സ്മൃതി മാഡത്തിൻ്റെയോ ആരുടെയെങ്കിലും പേര് 2 തവണ ഒരിടത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സ്ഥിരമായി വോട്ട് ചെയ്യുക, മറ്റേത് അവിടെ കിടക്കുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഇൻഫോം ചെയ്തതിന് ശേഷം ബാക്കി നീക്കേണ്ടത് ആരാണ്? അവിടെ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ വിവരങ്ങൾ നീക്കുന്നതിനായിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് കൃത്യമായി നീക്കാറില്ല. അത് കൺവീനിയൻസിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശിച്ചതിന്റെ പേരിൽ അവിടെ തന്നെ അത് തുടരുന്ന ഒരു സാഹചര്യം കാലാകാലങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിപ്പോൾ ഒരു പരാതിയിലേക്കും ഇതുപോലെയുള്ള ഒരു ചർച്ചയിലേക്കും വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് പത്രമാത്രം ക്രൂഷ്യൽ ആയതുകൊണ്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തിരിച്ച് കൊടുമ്പ് കണ്ണാടി പഞ്ചായത്തുകളുടെ ആ ഒരു അകലം മാഡം പറഞ്ഞല്ലോ, ആ അകലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏത് പാർട്ടിക്കാണ് അവിടെ സ്വാധീനം എന്നതുകൂടി നമ്മൾ നോക്കണം. ഏത് പാർട്ടിക്കാണ് അവിടെ സ്വാധീനം, ഏത് പാർട്ടിക്കാണ് അവിടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുക എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ മെമ്പറായ സെൽവനാണ് കൊടുമ്പിൽ നിന്ന് ഈ വോട്ടുകൾ ചേർക്കുന്നതിനായി ആളുകളെ സഹായിച്ചത്. അവിടെ ആളുകൾ പറയുന്ന ഒരു പേരാണ് സെൽവൻ്റേത്. ഈ സെൽവൻ ആരാണ് എന്നുള്ളത് എനിക്ക് നേരിട്ടൊന്നും അറിയില്ല. എന്തായാലും 177, 178 ബൂത്തുകളിൽ ഈ രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 177, 178 ബൂത്തുകളിൽ ഇത് ചേർക്കുന്നതിന് നിങ്ങളെ സഹായിച്ചത് ആരാണ്? അല്ല എങ്കിൽ നിങ്ങളോട് ആരാണ് നിങ്ങൾക്ക് ഇവിടെയാണ് വോട്ടെന്ന് പറഞ്ഞതിനൊന്നും ഉത്തരം അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വ്യാജ വോട്ടാക്കി തങ്ങളെ മാറ്റുകയാണ് എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ പേര് പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു കേട്ട പേരുകളിലൊന്ന് ഈ സെൽവൻ്റേതാണ്. സെൽവൻ കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ അംഗമാണ്. അപ്പോൾ ഈ സെൽവനാണ് കൊടുമ്പിൽ നിന്ന് കള്ളവോട്ട് ഈ കനാൽ വഴി കടന്ന് ഇപ്പുറത്തുള്ള കണ്ണാടിയിൽ, അതായത് പാലക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ കണ്ണാടിയിൽ, മലമ്പുഴയിലെ കൊടുമ്പിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിലേക്ക് വോട്ട് കൊണ്ടുവന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളിലൊന്ന് 177, 178 ബൂത്തുകളിലെ ഉത്തരവാദിയായി പുറത്തു വന്നിരിക്കുന്ന പേര് കോൺഗ്രസ് അംഗമായ സെൽവൻ്റേതാണ്. അത് പരിശോധിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും വേണ്ടതാണ്. ആളുകൾ പറഞ്ഞതിൻ്റെ ഹിയർസയുടെ പേരിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ജഡ്ജ്മെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അവിടെ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിപ്പോയത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വോട്ട് ഇവിടെയാണ് എന്നിങ്ങനെ ആൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങളുടെ രേഖകൾ കിട്ടി, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ഇവിടെയാണ്. ഈ പറഞ്ഞ നമ്മൾ പോയി കണ്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതുപോലെ പട്ടികയിൽ ഇരട്ടിച്ച് വന്നിട്ടുള്ള ആളുകൾ, അവരിൽ പലർക്കും അറിയില്ല ശരിക്കും തങ്ങൾ ഏത് മണ്ഡലത്തിലാണെന്ന്. അപ്പോൾ അവർക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾ പാലക്കാട് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ മലമ്പുഴ മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്താണ് കൊടുമ്പ് എന്നൊന്നും ഈ മണ്ഡലത്തിൻ്റെ മുഴുവൻ ഭൂമിശാസ്ത്രമൊന്നും ഈ പാവങ്ങൾ അരച്ചു കലക്കി പഠിച്ചിരിക്കുകയല്ലോ. അപ്പോൾ വരമ്പിന് അല്ലെങ്കിൽ റോഡിന് അപ്പുറത്തുള്ളത് ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്ത് റോഡിനപ്പുറം വരുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്.
ഇപ്പുറം വരുന്നത് നെടുമങ്ങാട് മണ്ഡലമാണ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് മണ്ഡലം കിടക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അവിടെ ഈ പ്രശാന്ത് വന്ന് മത്സരിക്കുമ്പോഴേക്കും പ്രശാന്ത് ബ്രോ ഇപ്പുറത്താണ് എന്നാണ് ഞാൻ പോലും കരുതിയിരുന്നത്. ഈ റോഡിന് ഇപ്പുറം മറ്റൊരു മണ്ഡലമാണ് എന്നുള്ളത് നമ്മൾ അവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരോട് പ്രധാനപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വരുന്നവരോ നിങ്ങൾ ഇവിടെയാണ്, നിങ്ങളുടെ വോട്ട് ഇവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വോട്ട് ചെയ്യും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് ചെയ്യിക്കുന്നുണ്ട്. അല്ലാതെ രാഷ്ട്രീയം നോക്കി ഇന്ന പാർട്ടിക്ക് ചെയ്യണം, എൻ്റെ പാർട്ടി ഇതാണ്, അങ്ങനെയൊന്നും വിചാരിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഈ സ്വിംഗ് വോട്ട്സിനെ കുറിച്ചാണ്. കേഡർ വോട്ടുകളല്ല. കേഡർ വോട്ടുകളല്ലാത്ത വോട്ടുകളിലൊക്കെ ഈ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെയാണോ കാലങ്ങളായി പലരും ജയിച്ചു വരുന്നത് എന്നതും പരിശോധിക്കപ്പെടണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ ഡോക്ടർ പി സരിനെ അപമാനിച്ചതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഡോക്ടർ പി സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. ഡോക്ടർ പി സരിൻ ഏത് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഉപയോഗിച്ചത്? അവരവിടെ താമസിക്കുന്ന, അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള അവരുടെ സ്വന്തം കെട്ടിടത്തിൽ അവർ അവിടത്തേക്ക് അഡ്രസ് ചേഞ്ച് വരുത്തുമ്പോഴേക്കും അവരെങ്ങനെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകാരാകുന്നത്? അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകാരനൊക്കെ ഒരു സ്ഥാനാർത്ഥി, അയാൾ കോൺഗ്രസ് വിട്ട് ഇപ്പുറത്ത് LDF-ൽ വന്ന് സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞതുകൊണ്ട് എന്തും പറഞ്ഞ് അപമാനിക്കാം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അതിന് മറുപടി പറയേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥിയായ പി സരിൻ തന്നെയാണ്. സരിൻ ആ മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവില്ലാമല സ്വദേശിയായ സരിന് ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ പോകുമ്പോൾ ഒറ്റപ്പാലത്ത് വോട്ട് ചേർക്കാനും ഒറ്റപ്പാലത്ത് നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ട്, ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ആ ഫാമിലിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ വന്ന് അവിടെ താമസിക്കുന്നു, അവിടെ നിന്ന് പ്രചാരണം നയിക്കുന്നു. അപ്പോൾ അതിനുടനെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയുള്ള നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ പട്ടികയിലെ ക്രമക്കേടിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ ഈ പഞ്ചായത്തുകളുടെ കാര്യം കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ അരുണിനും അറിയാമല്ലോ, CPIM-ന്റെ ഒരു സംഘടനാ സംവിധാനം ഈ മലമ്പുഴയിലെ കൊടുമ്പായാലും പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി ആയാലും CPIM-ന്റെ സംഘടനാ സംവിധാനം എന്നൊക്കെ പറയുന്നത് സുശക്തമാണ്. അപ്പോൾ ഈ വോട്ട് ചേർക്കലും ഈ അട്ടിമറിയും ഒന്നും അറിഞ്ഞില്ല എന്ന് സഖാവ് EN സുരേഷ് ബാബു പറയാൻ പാടില്ല. അദ്ദേഹം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടുള്ളൊരു അട്ടിമറി വേറെ ഏതെങ്കിലും പാർട്ടിയിലെ തന്നെ ആളുകൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അല്ലാതെ എങ്ങനെയാണ് ഈ സെൽവൻ എന്നുള്ള ആളിൻ്റെ പേര് അവിടെ വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇക്കാര്യത്തിൽ എന്തായാലും ഈ കൊടുമ്പ് പഞ്ചായത്തിലൊന്നും BJP-ക്ക് ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായി വരട്ടെ. എന്തായാലും മലമ്പുഴയിൽ BJP-ക്ക് താരതമ്യേന ദുർബലമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ഈ കൊടുമ്പ് പഞ്ചായത്ത്. അപ്പോൾ ഈ സെൽവൻ കൊണ്ടുവന്ന് ചേർത്തു എന്ന ആളുകൾ പറയുന്നത് അത് തൽക്കാലം വിശ്വസിക്കാതെ തരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല CPIM-ന് ബൂത്ത് ലെവലിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊടുമ്പായാലും കണ്ണാടി ആയാലും CPIM-ന്റെ നേതാക്കൾക്ക്, പ്രാദേശികമായ നേതാക്കൾക്ക് അവിടെയുള്ള ഓരോ വോട്ടറെയും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. കാരണം ഏത് വീട്ടിൽ ആരാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്, ആരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതനുസരിച്ച് പരിശോധിച്ചിട്ടായിരിക്കും EN സുരേഷ് ബാബു ഈ കണക്ക് പറഞ്ഞത് എന്നതാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്നുമല്ല, 1,68,000 ഡബിൾ വോട്ട്സ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണ്. നിയമസഭയല്ല. 1,68,000 ഡബിൾ വോട്ട്സിന്റെ പരാതി. ഞാൻ പാലക്കാട്ടെ കാര്യമാണ് പറയുന്നത്. പാലക്കാട്ട് ഈ ഡബിൾ വോട്ട്സിന്റെ പരാതി അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാർ കൊടുത്തിട്ടുണ്ട്. അതിൽ കളക്ടർ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ ഡബിൾ വോട്ട്സ് റിമൂവൽ എന്ന് പറയുന്നത് അവിടെ നടക്കുന്നില്ല. അത് മറ്റ് മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ് ഇത് എങ്ങനെയാണ് ഈ ഡബിൾ വോട്ട് വരുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തായിരിക്കും, അത് കഴിഞ്ഞ് ലോക്സഭ വരുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ സൗകര്യം അനുസരിച്ചാണ് ഈ റിമൂവൽ വരുന്നത്. നമ്മൾ അതിന്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് അത് കൃത്യമായി മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർ ഇതിങ്ങനെ പിന്നാലെ പോയി മാറ്റുമെന്നൊന്നും കരുതാൻ കഴിയില്ല. അവരോട് പാലക്കാട്ടാണ് വോട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് അവർക്ക് വോട്ട്, മലമ്പുഴയിലാണെന്ന് പറഞ്ഞാൽ മലമ്പുഴയിലാണ് വോട്ട്. ഓരോ സമയത്തും അവരുടെ പട്ടിക വരുമ്പോഴേക്കും അവരവിടെ പോകുന്നു, ഏത് സ്ഥാനാർത്ഥിക്കാണെന്ന് അറിയുന്നു, വോട്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ തെളിവുകളടക്കം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിലെ അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതിലെ കാലതാമസത്തിലെ കാര്യം കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ പരാതി നൽകുമ്പോൾ ഈ 33-ാമത്തെ നമ്പർ ബൂത്തിൽ നിന്ന് 16 പേരെ ഒഴിവാക്കിയതിന് പരാതി കൊടുത്തിട്ട് മാസങ്ങളായി. അതിലെന്താ നടപടിയെടുക്കാത്തത്? പരാതി കൊടുക്കുമ്പോൾ നടപടിയെടുക്കാതെ അത് പൂഴ്ത്തിവെക്കുന്ന ആ രീതിയിലുള്ളൊരു ക്രമക്കേട് നടക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ വരണാധികാരി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. നമ്മുടെ വാർത്ത എന്തായാലും കളക്ടർ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി അടക്കം അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാധ്യമധർമ്മമാണ്. അതനുസരിച്ചാണ് നമ്മൾ കൃത്യമായി ആരെയും നമ്മൾ അതിനകത്ത് ഒരു പാർട്ടിയെ നമ്മൾ എടുത്തു പറഞ്ഞുമില്ല. എല്ലായിടത്തും ചെല്ലുമ്പോൾ
കിട്ടുന്ന വിവരങ്ങൾ അത് അതേപടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ വാർത്താ സംഘം. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഡബിൾ വോട്ട്സ്, അതുപോലെ തന്നെ വ്യാജ വോട്ടുകൾ ഇത് ചേർത്തവർ അതാരൊക്കെയാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കാൻ ഇനിയുമുണ്ട് 5 ദിവസം. സാധിച്ചാൽ പറ്റും. അങ്ങനെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഈ നടത്തുന്ന ചുമതലയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ സെൽവൻ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് ഇത്തരം കാര്യങ്ങളുടെ സങ്കീർണതകളൊന്നും അറിയില്ല. അത് ഒരിടത്ത് സെൽവനായിരിക്കും, മറ്റൊരിടത്ത് മറ്റൊരാളായിരിക്കും. അങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവർ ഇത് മാറ്റുന്നുണ്ടാവാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെ ബാധിക്കും. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ ആ രേഖ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ രേഖ പ്രകാരം ഡോക്ടർ പി സരിൻ തൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അഫിഡവിറ്റിൽ പരാമർശിച്ചിരിക്കുന്നതും സൗമ്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരമുടുക്കിയിരിക്കുന്നതുമായിട്ടുള്ള മേൽവിലാസം എന്ന് പറയുന്നത് കൃഷ്ണ എന്ന പേരിൽ കാടാങ്കോട് 27 നമ്പർ മണപ്പുള്ളിക്കാവിൽ ഡോർ നമ്പർ 474 എന്ന വീട്ടിലാണ് ഇപ്പോൾ ഡോക്ടർ പി സരിൻ താമസിക്കുന്നത്. അത് വർഷങ്ങളായി ഡോക്ടർ സൗമ്യ വാങ്ങിയതാണ്. നമ്മുടെ കയ്യിലുള്ള റെസിപ്റ്റിൽ 2023 മുതലുള്ള ഈ പ്രോപ്പർട്ടി ടാക്സ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 27 നമ്പർ വാർഡിൽ അടയ്ക്കുന്നുണ്ട് ഡോക്ടർ സൗമ്യ. ഡോക്ടർ സൗമ്യയുടെ ഭർത്താവാണ് പി സരിൻ. അപ്പോൾ അവിടെ പി സരിന് ഒരു വോട്ടർ പട്ടികയിൽ ഇടം നേടുക എന്നുള്ളത് സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് അറിയാതെ പോയതായിരിക്കാം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വെല്ലുവിളിച്ചത് ഡോക്ടർ പി സരിൻ. പക്ഷേ സരിൻ സ്ഥാനാർത്ഥിയായപ്പോഴൊക്കെ അറിയാതെ പോയി എന്നുള്ളതല്ല, സരിനെ ഒരു മോശക്കാരനാക്കാൻ, ഒരു വ്യാജനാക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചേർക്കണം. ഞാനത് സരിന്റെ പാർട്ടി വെച്ചോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സഹിതം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായി തന്നെ ഏകദേശം 11,511 രൂപയുടെ പ്രോപ്പർട്ടി ടാക്സ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 27ാമത്തെ വാർഡിൽ ഡോക്ടർ പി സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ റെസിഡൻസായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ഡോക്ടർ പി സരിനുണ്ട്. ആ അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യരുത് എന്നതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിലേക്ക് എത്തിയാൽ, വ്യാജ വോട്ടിൽ പോരോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും മറുപടി. Meet the editors.